നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് രീതിയിൽ അതിൻ്റെ റിവിഷൻസ്, സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് റിവിഷൻസ് എന്നുള്ളതും എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ എങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഇന്നത്തെ പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ്ങിൽ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 8:15. ഇപ്പം ഞാൻ പ്രിപ്പറേഷനിലേക്കോ ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള, ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഉള്ളതിൽ കുറച്ച് ടഫായിട്ടുള്ള ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഒന്നോ രണ്ടോ പോയിന്റുകൾ എക്സ്ട്രാ ആക്കാനോ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനോ, ഓക്കെ, റിവിഷൻ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരാനോ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റുകളുണ്ട്. PYQ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടും വൈഫറിസം റൂമിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടായേക്കാം. അപ്പം ഒന്ന് 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 റിവിഷൻ എന്നുള്ള ഒരു മോഡിലേക്ക് കൂടി കണ്ടിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയാണ് സിലബസ് ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ, ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ഓറിയന്റൽ കൺവെൻഷൻ, നോൺ കൺവെൻഷണൽ, പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ്, വാല്യൂ എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പോളിസീസ്, ഓക്കെ, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ്. ഇതിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് അവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, സോ വി ഹാവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ ആൻഡ് വി ഹാവ് എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഈ രണ്ട് ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള, ഓക്കെ, ഒരു ടോപ്പിക്കിൽ നിന്ന് നോർമലി ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്. സോ നമുക്ക് ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ്, ഓക്കെ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, ഓക്കെ, ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇപ്പം അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി വി ഹാവ്, ഇതിൽ നമ്മൾ കാര്യമായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സാമിന് വരാറുള്ളത്, ഓക്കെ, ഒന്ന് ഉം, ഓരോ യൂണിവേഴ്സിറ്റികളും ആ യൂണിവേഴ്സിറ്റികളിൽ എന്താണ് പഠിപ്പിക്കാറുള്ളത് എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് അതിൻ്റെ മേജർ ഫിലോസഫി എന്നുള്ളത്. രണ്ട്, ഓരോ യൂണിവേഴ്സിറ്റീസുമായി ബന്ധപ്പെട്ട ട്രാവലേഴ്സ് വരാറുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്ട് വി കൻ സേ സ്കോളേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ചില ഫാക്ച്വൽ നോളജ് ഉണ്ടാവും. ഇപ്പം തക്ഷശീല എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ബേസിക്കലി ഇതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പം ചില സമയങ്ങളിൽ കുറച്ച് നമുക്ക് പൂർണ്ണമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇത് എന്താ പറയുകയെന്ന് ചോദിച്ചാൽ വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ, ഓക്കെ, വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ബേസിക്കലി ഇതുവരെ ചോദിക്കാത്ത കോൺസെപ്റ്റുകളിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ PYQ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. സോ ബേസിക്കലി ഏൻഷ്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പറയാം അത് വേദിക് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഏൻഷ്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേദിക് എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആസ്പെക്റ്റിലേക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് പറയുന്ന സമയത്ത് ഇനീഷ്യലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഗുരുകുലാസ് എന്ന് പറയാറുണ്ടായിരുന്നു. ഓക്കെ, ഗുരുകുലാസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് ഒക്കെ ആയിരുന്നു, ഓക്കെ, ഇനീഷ്യലി പറയാറുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം, ഓക്കെ, അത് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമാറ്റിലേക്ക് വരുന്നു, യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഏൻഷ്യൻ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഓക്കെ, ആദ്യം തന്നെ പറയേണ്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വി ഹാവ് ദ തക്ഷശില ഓർ തക്ഷില യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഓക്കെ, തക്ഷശില ഓർ തക്ഷില യൂണിവേഴ്സിറ്റിയാണ് ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി. മേ ബി മോസ്റ്റ് ഓഫ് ദ കേസസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഇറ്റ് സെൽഫ് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ വാൽമീകി രാമായണം പ്രകാരമായിട്ട് ഭരതൻ്റെ മകനായിട്ടുള്ള തക്ഷനായിരുന്നു ഇവിടുത്തെ രാജാവ്. അങ്ങനെയാണ് തക്ഷൻ്റെ ശില, തക്ഷശില എന്ന് വന്നത്. ഈ ഭരതൻ, അതായത് ദുഷ്യന്തൻ്റെയും ശാകുന്തളയുടെയും മകനായിരുന്ന ഈ ഭരതൻ്റെ പേരിൽ നിന്നാണ് ഭാരതം എന്ന് വരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ത്യക്ക് ഭാരതം എന്നുള്ള പേര്. പാകിസ്ഥാനിലാണ് തക്ഷശീല ഉള്ളത്. ഞാൻ മൊത്തം ഇങ്ങനെ പറയുന്നില്ല. എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള
ആ ഫാക്ച്വൽ ആസ്പെക്റ്റുകൾ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അവർക്ക് വേണ്ടി ഫസ്റ്റ് ആയിട്ടും മുമ്പ് കേട്ട ആളുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാന്നുള്ള ഫോർമാറ്റിലാണ് ഓക്കെ പറയുന്നത്. തക്ഷശില ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറുന്നത് 1980-ലാണ്. തക്ഷശിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്കോളേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്ര ചാണക്യയുടെ അർത്ഥശാസ്ത്ര ഇവിടെ നിന്നാണ് രചിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ബേസിക്കലി പണ്ടുള്ളതായിരുന്നെങ്കിൽ പോലും പിന്നെ കുറേ കാലം ഫോറസ്റ്റുകളായിട്ട് മനുഷ്യന്മാർ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയും പിന്നെ അവസാനം മിഡ് നയൻറ്റീൻത് സെഞ്ചുറിയിലാണ് തക്ഷശില പിന്നീട് കണ്ടെത്തപ്പെടുന്നത്. അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്നുള്ള ഒരു മനുഷ്യനാണ് തക്ഷശില കണ്ടെത്തുന്നത്. അലക്സാണ്ടർ കണ്ണിങ്ഹാം, കണ്ടെത്തുക പറയുമ്പോൾ വീണ്ടും പിന്നീട് കേട്ടോ. ഇതൊരു സ്റ്റാർട്ടിംഗ് ഫേസ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് വൺ ഓഫ് ദ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ വി ഹാവ് ബുദ്ധിസമായിരുന്നു ഇവിടുത്തെ ഒരു വാട്ട് വി കൻ സേ ഒരു മേജർ ഫോം ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റുകളിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്കോളേഴ്സ്, ചാണക്യൻ, പാനിനി, ചരകൻ, വിഷ്ണു ശർമ്മൻ, ജീവകൻ ഒക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ്. ആസ് ഓഫ് നോ പാകിസ്ഥാനിലാണുള്ളത്, ഒരുപാട് കാലം ഫേമസ് ആയിരുന്നു. ബുദ്ധിസം ആയിരുന്നു ഒരു മെയിൻ ഫോക്കസ് ഓഫ് സ്റ്റഡി. ബുദ്ധിസം ആയിരുന്നു ഒരു മെയിൻ ഫോക്കസ് ഓഫ് സ്റ്റഡി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് ഇവിടെ ഫസ്റ്റ് പഠിക്കാനുള്ളത്. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്തൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് വി ഹാവ് ദ നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ബീഹാറിലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിലവിലുള്ളതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റുന്നത് നളന്ദയായിരിക്കും. ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇവിടെയും ഇനീഷ്യൽ സ്റ്റഡീസ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഫൈൻ ആർട്സ്, മെഡിസിൻ, മാത്തമെറ്റിക്സ്, അസ്ട്രോണമി പോലെയുള്ള പഠനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗുപ്ത ഡൈനാസ്റ്റിയുടെ കാലഘട്ടങ്ങളിലാണ് ആൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. ഗുപ്ത ഡൈനാസ്റ്റിയുടെ കാലത്താണ് ആൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ പീരിയഡ് എന്ന് പറയുന്നതും വി ഹാവ് ഇറ്റ് എസ് ഗുപ്ത ഡൈനാസ്റ്റി. ദെൻ വി ഹാവ് ഒരുപാട് 9 സ്റ്റോറി ലൈബ്രറി ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, 10,000 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ആൻഡ് ഹുയാൻ സാങ് നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്ത ആളായിരുന്നു ഹുയാൻ സാങ് എന്ന് പറയുന്നത്. നളന്ദ എൻട്രൻസ് ടെസ്റ്റ് നല്ല ടഫായിരുന്നു. 20% ആളുകൾ മാത്രമായിരുന്നു നളന്ദ എൻട്രൻസ് ടെസ്റ്റിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. മിനിമം ഏജ് ലിമിറ്റ് 20 ഇയേഴ്സ് ആയിരുന്നു. ഏകദേശം 5th to 12th സെഞ്ചുറി വരെ ഏകദേശം 700ഓളം വർഷങ്ങളിൽ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൻ്റെ ഒരു സെൻറ്റർ ആയിട്ട് ആക്ട് ചെയ്തിരുന്നിട്ടുള്ളത് നളന്ദ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ദെൻ വി ഹാവ് ബക്തിയാർ ഖിൽജി നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഫയർ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആസ്പെക്റ്റുകളാണ് നളന്ദയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നളന്ദ. നെക്സ്റ്റ് വി ഹാവ് വലബി യൂണിവേഴ്സിറ്റി. വലബി എന്ന് പറയുമ്പോൾ മൈത്രക രാജാക്കന്മാരുടെ ക്യാപിറ്റൽ ആയിരുന്നു. നളന്ദയുടെ തന്നെ റൈവൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഫെയിം ആൻഡ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിലൊക്കെ നളന്ദയുടെ റൈവൽ ആയിരുന്നു വലബി എന്ന് പറയുന്നത്. നമുക്കറിയാം നളന്ദയിൽ ഹുയാൻ സാങ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹുയാൻസാങ്ങും ഐസിങ്ങും രണ്ടും നളന്ദയിൽ തന്നെ വലബിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാവലേഴ്സ് ആയിരുന്നു. സെക്കുലർ സബ്ജക്റ്റുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ, അതായത് റിലീജിയസ് സ്പെസിഫിക്കിനപ്പുറത്തേക്ക് സെക്കുലർ സബ്ജക്റ്റുകളിലും കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു വലബി എന്ന് പറയുന്നത്. വലബിയുടെ മറ്റൊരു വലബി വാസ് ഫേമസ് ഫോർ സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി ഇൻ ഹീനയാന ബുദ്ധിസം. വലബി വാസ് ഫേമസ് ഫോർ സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി ഇൻ ഹീനയാന ബുദ്ധിസത്തിൽ ഫേമസ് ആയിരുന്നു. ദെൻ വി ഹാവ് മിഥില. മിഥില വരുന്ന സമയത്ത് വലബി സെക്കുലർ ആണെങ്കിൽ മിഥില വാസ് ഫോർ ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു മിഥില എന്ന് പറയുന്നത്. ദെൻ വിദേഹ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഗംഗേശുപധ്യായ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഈ തർക്കശാസ്ത്ര, നവ്യന്യായ, ന്യൂ ലോജിക് ഇങ്ങനെയുള്ള കുറേ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിഥിലയിൽ നിന്നായിരുന്നു. എന്നുള്ളതാണ് ഇവിടെ
മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഒദന്തപുരി യൂണിവേഴ്സിറ്റി പാലാ ഡൈനാസ്റ്റിയിലെ ധർമ്മപാലൻ്റെ കാലത്തുണ്ടായിരുന്നതാണ്. ഏകദേശം ടിബറ്റൻ റെക്കോർഡ് പ്രകാരം ടിബറ്റൻ റെക്കോർഡൊക്കെ പ്രകാരം 12,000 ആളുകളൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ടിബറ്റൻ റെക്കോർഡുകൾ പറയുന്നത്. സോമപുര അഗെയിൻ ധർമ്മപാലൻ്റെ പാലാ ഡൈനാസ്റ്റിയുടെ ധർമ്മപാലൻ്റെ കാലത്തുണ്ടായിരുന്നതാണ്. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് സോമപുരയുടെ ഓർണമെന്റൽ ടെറാക്കോട്ട എന്ന് പറയുന്നത്. ഓർണമെന്റൽ ടെറാക്കോട്ട എന്ന് പറയുന്നത് സോമപുര യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. സോ വി ഹാവ് സോമപുര. ദെൻ വി ഹാവ് വിക്രംശില. വിക്രംശില എന്ന് പറയുമ്പം എഗെയിൻ പാല ഡൈനാസ്റ്റിയുടെ കാലത്തൊക്കെയാണ് തുടങ്ങുന്നത്. കിങ് ധർമ്മപാലനാണ്. നളന്ദയിലെ സ്കോളർഷിപ്പുകളുടെയും ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി കുറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിക്രംശില തുടങ്ങുന്നത്. ആൻഡ് അദിഷൻ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അഗെയിൻ ബക്തിയാർ ഖിൽജി നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. ഫിലോസഫി, ഗ്രാമർ, മെറ്റാഫിസിക്സ്, ഇന്ത്യൻ ലോജിക് ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലേണിംഗ്, ബുദ്ധിസ്റ്റ് കൾച്ചർ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് ടിബറ്റൻ റെക്കോർഡ്സിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതാണ്. അതുപോലെ തന്നെ അതിശ ദിഭാങ്കരൻ ശർമ്മ ട്രഡീഷൻ ഓഫ് ടിബറ്റൻ ബുദ്ധിസം എന്ന് പറയും. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഒരു നമ്മൾ ഹീനയാന വജ്രയാന എന്ന് പറയുന്ന പോലെയുള്ള ഒരു ആസ്പെക്റ്റാണ് ശർമ്മ ട്രഡീഷൻ. ശർമ്മ ട്രഡീഷൻ്റെ ഒരു ഫൗണ്ടർ ആയിട്ട് പറയപ്പെടുന്നതാണ് അതിശ ദിഭാങ്കരൻ. അതിശ ദിഭാങ്കരനും ഈ പറയപ്പെടുന്ന വിക്രംശിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിക്രംശിലയിലായിരുന്നു അതിശ ദിവാങ്കരനും ഉണ്ടായിരുന്നത്. ദെൻ വി ഹാവ് ഫിലോസഫി, ഗ്രാമർ, മെറ്റാഫിസിക്സ്, ഇന്ത്യൻ ലോജിക്, സോ ആൻഡ് സോ. ദെൻ വി ഹാവ് പുഷ്പഗിരി. പുഷ്പഗിരി എന്ന് പറയുമ്പോൾ വി ഹാവ് ഒഡീസയിലാണ്. പുഷ്പഗിരി എന്ന് പറയുന്നത് ഒഡീസയിലാണ്. ആൻഡ് വാട്ട് വി കെൻ സേ ചൈനീസ് ട്രാവലർ ഹുയാൻസാങ് പുഷ്പഗിരിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 995-ലാണ് 995-ലാണ് ഇതിൻ്റെ റൂയിൻസ് കണ്ടെത്തപ്പെടുന്നത്. ഇതിൻ്റെ റൂയിൻസ് കണ്ടെത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ദെൻ വി ഹാവ് ജഗദാല. അനദർ യൂണിവേഴ്സിറ്റിയാണ് ജഗദാല യൂണിവേഴ്സിറ്റി. പാലാ ഡൈനാസ്റ്റിയുടെ രാജാക്കന്മാർ കണ്ടെത്തിയിരുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. ജഗദാലയുടെ പ്രത്യേകത വജ്രയാന ബുദ്ധിസത്തിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ജഗദാല യൂണിവേഴ്സിറ്റി. ജഗദാല യൂണിവേഴ്സിറ്റി വാസ് ഫേമസ് ഫോർ വജ്രയാന ബുദ്ധിസം. ജഗദാല യൂണിവേഴ്സിറ്റി വാസ് ഫേമസ് ഫോർ വജ്രയാന ബുദ്ധിസം എന്നുള്ളതാണ്. നെക്സ്റ്റ് വി ഹാവ് വേറെയും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള 2-3-4 യൂണിവേഴ്സിറ്റികൾ കൂടി ഞാനൊരു സിംഗിൾ സ്ലൈഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പറയാം. നമ്മൾ ഡിസ്കഷനിലൊക്കെ പല സമയത്തായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടത് തന്നെയാണ്, ബട്ട് എന്നാലും ഒന്നുകൂടി പറയാം. സോ വി ഹാവ് നാഗാർജുന വിദ്യാപീഠ്. നാഗാർജുനക്കൊണ്ട ആന്ധ്രാപ്രദേശിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ഇൻഫ്ലുവൻഷ്യൽ ബുദ്ധിസ്റ്റ് ഫിലോസഫർ നാഗാർജുന ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ മധ്യമക സ്കൂൾ ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മൾട്ടി സ്റ്റോറി ലൈബ്രറി ആൻഡ് ഫിലോസഫി, മെഡിസിൻ, സയൻസ്, ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിനൊക്കെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. വി ഹാവ് നാഗാർജുന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, നാഗാർജുന വിദ്യാപീഠ്. യൂണിവേഴ്സിറ്റി എന്നുള്ള ടേം അങ്ങനെയല്ല. നാഗാർജുന വിദ്യാപീഠ്. ദെൻ വി ഹാവ് ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി. ശ്രീധന്യ കണക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം വാട്ട് വി കൻ സേ സിദ്ധനാഗാർജുനൻ്റെ കാലത്ത് കൂടുതലായിട്ട് ഫേമസ് ആയി വന്നിട്ടുള്ള ബോത്ത് ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് ലേണിങ്ങിൻ്റെ ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് ലേണിങ്ങിൻ്റെ വാട്ട് വി കൻ സേ ഒരു മിക്സ് അല്ലെങ്കിൽ രണ്ടും ഉണ്ടായിരുന്ന ഒരു പോലെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആസ്പെക്റ്റ് എന്നുള്ളതാണ്. വി ഹാവ് ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി. ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി. ദെൻ വി ഹാവ് ബനാറസ്. ബനാറസ് ഓർ വരാനസി അല്ലേ? ബനാറസ് ഓർ എന്താണ് വരാനസി ടു ദി വേൾഡോ എന്താ പേര്? സോ വാട്ട് എവർ. സോ വി ഹാവ് ബനാറസ് ഓർ വരാനസി എന്ന് പറയുന്നത് എ പ്രോമിനൻ്റ് ആൻഡ് കണ്ടിന്യൂസ് ഹിന്ദു ലേണിംഗ് ആയിരുന്നു. ഫോക്കസ് ഓഫ് വാട്ട് വി കൻ സേ വേദിക് സ്റ്റഡീസ്, ഫിലോസഫി, സാൻസ്ക്രിറ്റ് ബാക്കിയുള്ള സംഭവങ്ങളിലേക്കൊക്കെ ഉള്ളതായിരുന്നു എന്നുള്ളതാണ് ബനാറസ് ഓർ വരാനസി ഓർ കാശി.
ദെൻ വി ഹാവ് നവദ്വീപ്, വെസ്റ്റ് ബംഗാളിലാണ്. സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ മിഡീവൽ പീരീഡിലൊക്കെ സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ ഇതിനു വേണ്ടി കൂടുതൽ ഫേമസ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അതുപോലെ തന്നെ നവ്യന്യായ, ന്യായ പോലെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ദെൻ വി ഹാവ് ശാരദാ പീഠ്. ഓക്കെ, അഗെയിൻ വാട്ട് വി ക്യാൻ സേ, അനദർ ആസ്പെക്റ്റിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഹിന്ദു ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ഗോഡസ് ശാരദ സരസ്വതി. നീലം വാലി ഓഫ് കാശ്മീർ. ഓക്കെ, മോസ്റ്റ് പ്രോമിനൻറ്റ് ടെമ്പിൾ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഓക്കെ, ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കുറേ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിമിലർ ആയിട്ടുള്ളതായിരുന്നു. വി ഹാവ് ദ ഓക്കെ ശാരദ പീഠ് എന്ന് പറയുന്നത്. ദെൻ ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്കെ ഒരു യൂണിവേഴ്സിറ്റി ആസ്പെക്റ്റിലേക്ക് നമുക്ക് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ജസ്റ്റ് സോ വി ഹാവ്, നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ, റിഗാർഡിങ് JRF ക്ലബ്ബൊക്കെ ആളുകൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, 8:15 മീറ്റിങ്ങിന് ബാക്കി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഈ മീറ്റിങ്ങിൽ ആൻഷ്യൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ വേറെ ഏത് ചോദ്യവും ഉത്തരം ചെയ്യുന്നതല്ല. ഓക്കെ, യു ക്യാൻ കം, വിൽ ഡിസ്കസ് ദ. നിങ്ങൾ കുറേ ഇങ്ങനെ റിവൈസ് ചെയ്യല്ലോ. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അവസാനത്ത് നിന്ന് ആദ്യത്തിലേക്ക് റിവിഷൻ പോകാം കേട്ടോ. ഓക്കെ, അങ്ങനെ പല രീതിയിൽ റിവിഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിത് അവസാനത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് നമുക്ക് പോവാം. Sharada Peeth, okay, temple, what we can say, universities, temple related universities, okay, എന്ന് പറയുന്നത് ആദി ശങ്കരനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ്. വെസ്റ്റ് ബംഗാളിലെ നവദ്വീപ്, ഓക്കെ, ലോജിക്, ഫിലോസഫി, നവ്യന്യായ, ന്യായയുടെ ഒക്കെ ഫേമസ് ആയിട്ടുള്ളത്. ബനാറസ്, വരാനസ്, കാശി, ഹിന്ദു ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. ഓക്കെ, വേദിക് സ്റ്റഡീസ്, ഫിലോസഫി, സാൻസ്ക്രിറ്റ് പോലെയുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. അടുത്താണ് വി ഹാവ് ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി. ഒക്കെ, ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ബോത്ത് ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് ലേണിങ്ങിന് ഫേമസ് ആയിരുന്ന ഒരു സംഭവമായിരുന്നു. സിദ്ധ നാഗാർജുനയുടെ കാലത്താണ് അത് ഇതായിട്ടുള്ളത്. ദെൻ വി ഹാവ് നാഗാർജുന വിദ്യാപീഠ്. ഓക്കെ, നാഗാർജുന വിദ്യാപീഠ് എന്ന് പറയുമ്പോൾ നാഗാർജുന കൊണ്ട് ആന്ധ്രാപ്രദേശ്. ഓക്കെ, മാധ്യമക സ്കൂൾ വരുന്നത് ബുദ്ധിസ്റ്റ് ലേണിങ്ങിൻ്റെ സെൻറ്റർ ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, സോ വി ഹാവ് എക്സ്റ്റെൻസീവ് മൾട്ടി സ്റ്റോറി ലൈബ്രറി ആൻഡ് ആസ്പെക്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു സംഭവം. Then we have ജഗദാല. ജഗദാല എന്ന് പറയുമ്പോൾ എക്സാമിന് ഒറ്റ പോയിന്റാണ്, വജ്രയാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പുഷ്പഗിരി എന്ന് പറയുമ്പോൾ ഹ്യുയാൻസാങ് ട്രാവൽ ചെയ്തിട്ടുള്ളത് വളരെ ലേറ്റ് ആയിട്ട് 1995 മാത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. വിക്രംശില ബുദ്ധിസ്റ്റ് ലേണിംഗ്, ടിബറ്റൻ സോയ്സസ്, സതീശ ദിവാകരൻ, ശർമ്മ ട്രഡീഷൻ, ഫിലോസഫി, ഗ്രാമർ പോലെയുള്ള ആസ്പെക്റ്റിലേക്ക് വരുന്നത്. ബക്തിയാർ ഖിൽജി ഡിസ്ട്രോയിഡ്. സോമപുര എന്ന് പറയുമ്പോൾ ഓർണമെന്റൽ ടെറാക്കോട്ട. ഓക്കെ, ബുദ്ധിസം, ജൈനിസം, ഹിന്ദുസം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന പാല ഡൈനാസ്റ്റിയുടെ ധർമ്മപാലൻ. ഒത്തന്തപുരി എന്ന് പറയുമ്പോൾ എഗെയിൻ ധർമ്മപാലൻ. 12,000 വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. മിഥില ബ്രാഹ്മണിക്കൽ സ്റ്റഡി, തർക്കശാസ്ത്ര, നവ്യന്യായ, ന്യായ, ഋഷി, പണ്ഡിറ്റ്സ് ഒക്കെ മിഥിലയാണ് വരുന്നത്. വലബി എന്ന് പറയുമ്പോൾ ഹുയാൻസാങ് മൈസിങ്ങും വിസിറ്റ് ചെയ്തിരുന്ന ഹീനയാന ബുദ്ധിസം റിലേറ്റഡ് ആണ്. ഓക്കെ, നളന്ദ എന്ന് പറയുമ്പോൾ ഹുയാൻസാങ് ആണ് 20 ഇയർ മിനിമം അഡ്മിഷൻ ഏജ്, 20% സ്റ്റുഡൻറ് അതാണ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബക്തിയാർ ഖിൽജി. ഓക്കെ, what we can say, secular subjects. Then Takshashila, basically mainly we have the Buddhism. ചാണക്യ, പാനിനി, ചരകൻ, വിഷ്ണു ശർമ്മൻ, ജീവകനൊക്കെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പാകിസ്ഥാൻ 1980 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണിത് മിഡ് 19th സെഞ്ചുറിയിൽ ഡിസ്കവർ ചെയ്യുന്നത്. ദെൻ ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. ആസ്ട്രോണമിക്ക് വേണ്ടിയിട്ടൊക്കെ, ആസ്ട്രോണമിക്ക് വേണ്ടിയിട്ട് ഫേമസ് ആയിരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഉജ്ജയിൻ. ഓക്കെ, ഉജ്ജയിൻ ഒരു പ്ലേസ് ഒരു ഏരിയ ഉജ്ജയിൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചധികം ഓതേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കോളാസിൻ്റെ. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ശങ്കരൻ, ആദിശങ്കരൻ എന്ന് പറയുന്നത് അദ്വൈത വേദാന്തത്തിലായിരുന്നു. പുസ്തകങ്ങൾ ഞാൻ അവിടെ ഒരു ലിസ്റ്റ് തന്നിരുന്നു, അതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ശങ്കരൻ്റെ അല്ലെങ്കിൽ ആദിശങ്കരയുടെ പുസ്തകങ്ങളായിട്ട് വരുന്നതാണ്. ഓക്കെ, ബ്രഹ്മസൂത്ര ഭാഷ്യ,
then commentaries on Upanishads and Bhagavad Gita, Ramanuja, വിശിഷ്ടദ്വൈത വേദാന്തയാണ് ഫോക്കസ് വരുന്നത്, ശ്രീഭാഷ്യ, ഗീതാഭാഷ്യ, വിദ്യാപതി, ഓക്കെ, സാൻസ്ക്രിറ്റ് പോയട്രി ആൻഡ് ലോ ആണ്, പദാവലി, ഓക്കെ, പോലെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. ദെൻ ഭാസ്കര, മാത്തമെറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി ആണ്, ഓക്കെ. ദെൻ ആര്യഭട്ടീയ ഭാഷ്യ, മഹാഭാസ്കരീയ, ഓക്കെ, ലഘുഭാസ്കരീയ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. സുശ്രുത ആയുർവേദ സർജറി, സുശ്രുത സംഹിത, ദെൻ നാഗാർജുന, കെമിസ്ട്രി മെറ്റലർജി, ഓക്കെ, രസരത്നാകര, ജീവസൂത്ര, ഓക്കെ. ദെൻ വി ഹാവ് വി ഹാവ് Baudhyayana, mathematics and Vedic, okay, Baudhyayana, Shulba Sutra. Then we have Bharat Hari, Sanskrit grammar, okay. Then we have Bharat Muni, okay, performing arts, Natya Shastra, Vagbada, Ayurveda, okay, Ashtanga Sangraha, okay. ഇത്രയൊക്കെ ഇതിലെ പുസ്തകങ്ങളാണ്. പിന്നെയും പുസ്തകങ്ങൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെക്കാം. ഓക്കെ, ഗൗതമനാണ് ന്യായസൂത്ര, കനാദനാണ് വൈശേഷിക സൂത്ര, പതഞ്ജലിയാണ് യോഗസൂത്ര, ചാണക്യനാണ് അർത്ഥശാസ്ത്ര, പിംഗളാണ്, ഓക്കെ, ഛാന്തശാസ്ത്ര, പാനിനി അഷ്ടധ്യായി, ആര്യഭട്ട ആര്യഭട്ടീയ, ഭാസ്കരാചാര്യ ലീലാവതി, ഭരതമുനി നാട്യശാസ്ത്ര, വാഗ്ഭടൻ അഷ്ടാംഗ സംഗ്രഹ, ബ്രഹ്മഗുപ്തൻ ബ്രഹ്മസൂട സിദ്ധാന്ത, വരാഹമീരൻ ബൃഹത് സംഹിത. ഓക്കെ, ഇതൊക്കെ മാത്ത് ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഓക്കെ, മാത്ത് ഫോളോയിങ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഓക്കെ സംഭവങ്ങളാണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ്. അത് നിങ്ങൾക്ക് തന്ന സ്ലൈഡാണ്. സ്ലൈഡ് ഒന്നുകൂടി തരാം, നോ ഇഷ്യൂ. ഓക്കെ, വിൽ പ്രൊവൈഡ് ഇറ്റ് അഗെയിൻ. നാളെ ഒന്നുകൂടി തരാം, നോ ഇഷ്യൂ. Yeah, then, yeah. Yeah. പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ, രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് എക്സാമുകളുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പ്രകാരമായിട്ട് ഒരു ലെവൽ 1 ആൻഡ് ലെവൽ 2 സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, ലെവൽ 1 ആൻഡ് ലെവൽ 2 സിസ്റ്റംസ് ഉണ്ട്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്, ഓക്കെ. ലെവൽ 2 എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ലെവൽ 1 എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്, ഓക്കെ. ലെവൽ 2 എന്ന് പറഞ്ഞാൽ, ഓക്കെ, ലെവൽ 2 എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ലെവൽ 1 എന്ന് പറഞ്ഞാൽ പ്രൈമറിയും ലെവൽ 2 എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനുമാണ്. അതുപോലെ തന്നെ വജസ്പതി മിശ്രയാണ് 5 സ്റ്റെപ്സ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് എ റിലീജിയസ് ട്രൂത്ത് എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, സിമിലർ ടു ഡെവീസ് തിയറി ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ ദ ഫോളോയിങ്ങിൽ വേറെ ആൻഷ്യൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്ന ഡിഫറെൻറ്റ് ചോദ്യങ്ങളാണ് ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. ഓക്കെ, ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. അതിൽ അൻവിക്സികി എന്ന് പറഞ്ഞാൽ ലോജിക്കാണ്, മീമാംസ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ്, ശില്പശാസ്ത്ര എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ആർക്കിടെക്ചർ ആണ്, ശില്പശാസ്ത്ര. വർദ്ധ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആണ്, ശാസ്ത്ര എന്ന് പറഞ്ഞാൽ ലേൺ ഡിസിപ്ലിൻ ആണ്, കാവ്യാസ് എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്റീവ് ആൻഡ് ഓക്കെ ക്രിയേറ്റീവ് ലിറ്ററേച്ചർ ആണ്, ഓക്കെ, ലിറ്ററേച്ചർ ആണ് എന്നുള്ളതാണ്. ദെൻ വി ഹാവ് ഇതൊക്കെ നമ്മൾ നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പക്ക നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ JRF ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചാൽ മതി. ഇവിടെ തന്നെ എങ്കിലും ഇപ്പോൾ കിട്ടും. സാൻസ്ക്രിറ്റ് പഠിക്കുന്ന, ഫിലോസഫി ഒക്കെ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്, പോലും വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പക്ഷെ നമ്മളിത് പഠിക്കുന്നത് പേപ്പർ 1 ഈ സബ്ജക്റ്റുകളല്ലാത്ത സബ്ജക്റ്റ് പേപ്പർ 2 ഇല്ല, നമ്മൾ പേപ്പർ 1 ജസ്റ്റ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠിപ്പ്. ഓക്കെ, ആ ഒരു ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ എന്താ പറയുക, ഓക്കെ, ഡീറ്റെയിൽ ആസ്പെക്റ്റിലേക്ക് ഓക്കെ നമ്മൾ കാര്യങ്ങൾ വരാത്തത്, ഓക്കെ, കാര്യങ്ങൾ പറയാത്തത്. ദെൻ വി ഹാവ് ഈ ഒരു ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് എന്നുള്ളത്, ഓക്കെ, ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് എന്നുള്ളത് മാത്ത് ഫോളോയിങ് ആസ്പെക്റ്റ് ആണ്. ഇതുപോലെ തന്നെ, ഓക്കെ, ഇതുപോലെ തന്നെ ചോദിക്കുന്ന അടുത്ത ഒരു ആസ്പെക്റ്റ് ആണ് വി ഹാവ് വേദങ്കാസ് എന്ന് പറയുന്നത്. ഓക്കെ, വേദങ്കാസ് എന്ന് പറഞ്ഞാൽ മാത്ത് ഫോളോയിങ് ആണ്. ഓക്കെ, വേദങ്കാസും ചോദിച്ചിട്ടുള്ളത്, ഓക്കെ, മാത്ത് ഫോളോയിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. 6 ഓക്സിലറി ഡിസിപ്ലിൻ ഓഫ് ഹിന്ദുയിസം ദാറ്റ് ഹെൽപ്പ് വിത്ത് സ്റ്റഡി, പ്രിസർവേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ദ വേദാസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ്. ഓക്കെ, ഇത് ശിക്ഷ, ഒന്ന് ശിക്ഷ, ഛന്ദ, വ്യാകരണ, ഓക്കെ, നിരുക്ത, കൽപ്പ, ജ്യോതിഷ. ഓക്കെ, കൽപ്പ, ജ്യോതിഷ. ശിക്ഷ എന്ന് പറയുമ്പോൾ ഫോണറ്റിക്സ്, ഫോണോളജി, പ്രൊനൗൺസിയേഷൻ ഒക്കെയാണ് ശിക്ഷ എന്ന് പറയുമ്പോൾ വരുന്നത്. ഓക്കെ, ഫോണറ്റിക്സ്, ഫോണോളജി ആൻഡ് പ്രൊനൗൺസിയേഷൻ ഒക്കെയാണ് വരുന്നത്. ഛന്ദ എന്ന് പറയുമ്പോൾ വി ഹാവ് ദ മീറ്റർ ഇൻക്ലൂഡിങ് പോയറ്റിക് മീറ്റേഴ്സ്. ദെൻ വി ഹാവ് വ്യാകരണ. ഓക്കെ, വ്യാകരണ എന്ന് പറയുമ്പോൾ വി ഹാവ് ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ്. Then we have Nirukta. Okay, Nirukta എന്ന് പറയുമ്പോൾ we have etymology.
പേര് സൂചിപ്പിക്കാറ് ശിക്ഷ, ഫൊണറ്റിക്സ്, ഫൊണോളജി റിലേറ്റഡ്. ചാന്ത എന്ന് പറയുമ്പോൾ മീറ്റർ, പോയറ്റിക് മീറ്റേഴ്സ് ആസ്പെക്റ്റുകളിലേക്ക്, വ്യാകരണം, ഗ്രാമർ ആസ്പെക്ട്. നിരുക്ത എന്ന് പറഞ്ഞാൽ എറ്റിമോളജി, എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് വേർഡ്സ് അല്ലേ, ഒറിജിൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എറ്റിമോളജി എന്ന് പറയുന്നത്. കൽപ്പ എന്ന് പറയുമ്പോൾ വി ഹാവ് റിച്വൽ ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, റിച്വൽ ഇൻസ്ട്രക്ഷൻ ആണ് കൽപ്പ. ജ്യോതിഷ എന്ന് പറയുമ്പോൾ വി ഹാവ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി, ഓക്കെ, ജ്യോതിഷ എന്ന് പറയുമ്പം ഓക്കെ വി ഹാവ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി ആണ് ജ്യോതിഷ എന്നുള്ള ഓക്കെ ഒരു ആസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. Then we have mm, yeah, റാമണിക്കൽ ദാറ്റ്സ് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുക ഇതുവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. ആഫ്റ്റർ ദാറ്റ് വിൽ സി. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറയാം, ശ്രമിക്കാം. ദ ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നോൺ ആസ് എ ചീഫ് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസ് ഇൻ ന്യായ ഓർ ലോജിക്. ഓക്കെ, ന്യായ ഓർ ലോജിക്കിൻ്റെ സ്റ്റഡീസിൽ ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. Then yeah, easy one. We have Mithila University. We have Mithila University. Then we have select the period in which India became a center of what we can say center of higher learning. Okay, higher learning ന്റെ ഒരു സെൻറ്റർ ആയിട്ട് ഇന്ത്യ മാറിയിട്ടുള്ള പീരീഡ് ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ പറഞ്ഞതാണ്. Easy one, Gupta period. Next. Then yeah, in the age of 4 Vedas, the students were admitted to the Vedic school after performance at which ceremony? ഓക്കെ, ഏത് സെറിമണിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു? Yeah. Easy one, Uphanayana. Next. Who among the following scholars carried back scriptures from Nalanda University? നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വന്ന മനുഷ്യൻ ആരായിരുന്നു? ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വന്ന മനുഷ്യൻ ആരായിരുന്നു? Yeah, easy one, Hyan Sang. Next. In which of the following ancient Indian universities the culture and civilization of Tibet was built mainly through the writings of the scholars? In which of the following ancient Indian universities the culture and civilization of Tibet was built mainly through the writings of the scholars? We have, Vikramshila. The Indian University specialized for Hinayana Buddhism. Okay, Hinayana ബുദ്ധിസത്തിലേക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? Vallabhi University. Takshashila, an ancient center for higher learning in India, was declared as a heritage site by UNESCO okay. Takshashila, an ancient center for higher learning in India, declared as a heritage site by UNESCO in which year?
That's the question. Yeah, it's in the year 1980. Okay, year is 1980. Then we have, which one of the following ancient universities provided the teaching of Vajrayana Buddhism? Vajrayana ബുദ്ധിസത്തിന്റെ സ്പെഷ്യലൈസ് ടീച്ചിങ് ആരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? വാട്ട്? Yeah, so we have Jagadhala. Okay, Jagadhala. Yeah, so this is it. ഇത്രയാണ് ബേസിക്കലി ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് ഇതാണ് പഠിക്കാനുള്ളത്. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രശ്നം എന്നല്ല, നമുക്ക് കുറേ ടേമുകൾ, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പഠിക്കാനുണ്ട്. ഒക്കെ വീണ്ടും വീണ്ടും പഠിക്കാനുണ്ട്, റിവൈസ് ചെയ്യാനുണ്ട്. മൾട്ടിപ്പിൾ ടൈം നമ്മൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെയും മനസ്സിലാക്കേണ്ടത്, എയ്ഫറിസ് റൂമിലായിട്ടും JRF ക്ലബിലായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങളിത് മുമ്പ് പറയാത്തൊരു സാധനം ഇവിടെ പറയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. അതും കൂടി പഠിക്കുക, അതും കൂടി റിവിഷൻ ഫോർമാറ്റിലേക്ക് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. സെയിം സാധനം തന്നെ ഇങ്ങനെ എപ്പോഴും പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് കോൺഫ്ലിക്റ്റ് വരാണെങ്കിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ചോദിക്കാം, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം. മെൻറ്റേഴ്സിനോട് ചോദിക്കാം, ക്ലാരിറ്റി ഉണ്ടാക്കാം. ഓക്കെ എന്നുള്ളതാണ്. ഓക്കെ, അതിൽ പറയാം. PPT നാളെ തന്നെ ഷെയർ ചെയ്യാം. PPT നാളെ തന്നെ, ഈ സെയിം PPT നാളെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, നോ ഇഷ്യൂ. ഞാൻ ഇന്ന് തന്നെ ടീമിന് കൊടുക്കാം. നാളെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് കിട്ടും. സോ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, വിൽ ബി ഹാവിങ് ദ സെഷൻ അസ് 8:15. ഓക്കെ, 8:15 നിങ്ങൾക്ക് പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയലോ ഉണ്ടാവുന്നതോ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൾസോ നിങ്ങൾക്ക് മീറ്റിങ്ങിൽ ചോദിക്കാം കേട്ടോ. 8:15 മീറ്റിങ്ങിന് ചോദിക്കാം. സോ വിൽ ബി ഡിസ്കസിങ് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, താങ്ക് യു ഓൾ.